ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അരമണിക്കൂർ റൈസ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി ഊറ്റി വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ലോണം വേവണമെന്നില്ല, ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഈ അരി ഒന്ന് വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ഇവിടെ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ഗ്രാമ്പൂ, 2 പട്ട, 2 ഏലക്ക, ഇത്രയും 4 മാഗി ക്യൂബ് പൊടിച്ചതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കമാണ്. ഒരു മീഡിയം സൈസിൽ വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിടി മല്ലിച്ചെപ്പും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് റെഡ് കളറും ചേർത്ത് കൊടുത്തത് മിക്സ് ചെയ്തതിന് ശേഷം അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇതിനൊന്ന് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതൊരു 3 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. വേറെ പൊടികളൊന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇവിടെ റൈസ് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റിയെടുത്തതാണിത്. ഇത്രയും വേവ് മതി, നല്ലോണം വെന്ത് കിട്ടരുത്. മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഞാനിവിടെ വേവിക്കാൻ വെച്ചിരുന്നു. അതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം അതിൽ നിന്നും കുറച്ച് മസാല വെള്ളം ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇനി ഇതിൽ നിന്നും ഈ മസാല വെള്ളം മാറ്റിയതിനു ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് ഈ 5 മിനിറ്റ് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വേവിച്ച ഈ ചിക്കനിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിൻ്റെ പകുതി ആദ്യം ഈ ചിക്കനിലോട്ട് ചേർത്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ആ മസാല വെള്ളം ഇതിലോട്ട് ഒരു 2 സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കളർ വെള്ളം കലക്കി വെച്ചിരിക്കുന്നതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കളറ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 വെള്ളവും ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ബാക്കി റൈസും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് മുമ്പ് ചെയ്തിട്ടുള്ള പ്രോസസ്സ് അതേപോലെ ചെയ്ത് കൊടുക്കാം. ആദ്യം കളർ വെള്ളവും പിന്നീട് മഞ്ഞൾപ്പൊടി കലക്കിയ പാൽവെള്ളവും പിന്നെ ബാക്കി വന്നിട്ടുള്ള ആ ചിക്കൻ്റെ സ്റ്റോക്കും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 പച്ചമുളകും ഇതിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്യാതെ ഈ ചോറിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് സ്ലിമ്മിൽ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെന്ത് കിട്ടിയതാണ്. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം.
കളറ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കാണാൻ ഒരു ഭംഗി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻ്റ് അയക്കാനും മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണിത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ